ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നാണ് സ്കോട്ട്ലാൻഡ് പോകുന്നത്. വെരി എക്സൈറ്റഡ്. UK വന്നിട്ട് ആദ്യമായിട്ടാണ് ഷെഫീൽഡ് വിട്ടൊരു സ്ഥലത്ത് പോകുന്നത്. ലണ്ടൻ പോയിട്ടുണ്ട് ഓഫ് കോഴ്സ്, പക്ഷേ വി ആർ ഗോയിങ് ടുഡേ എഡിൻബർഗ് ആൻഡ് ഗ്ലാസ്ഗോ. സോ ഞാൻ ദേ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോകണം. ഞങ്ങൾ ട്രെയിനിലാണ് പോകുന്നത്. ഞങ്ങൾ 6 പേരാണ് ട്രിപ്പിലുള്ളത്. എല്ലാവരെയും ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഗൈസ്, ഞാൻ നടന്നുകൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ ഷെഫീൽഡാണ്. എൻ്റെ അക്കോമഡേഷൻ അവിടെയാണ്. സോ അപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചതാണ്. അപ്പോൾ അതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളിതാ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഷെഫീൽഡ്, ഇത് ധനു, സിദ്ധു, ഇത് സോജൻ, അവനെന്തേ വിഷ്ണു. അപ്പോൾ അതേ ട്രെയിൻ വന്നിട്ടുണ്ട് ഗായ്സ്. നമ്മളിനി ട്രെയിനിൽ കയറാൻ പോവുകയാണ്. ട്രെയിനിൽ കയറി. എല്ലാവരും പല പല സീറ്റാണ് ഗൈസ് കിട്ടിയത്. ഒരുമിച്ച് ബുക്ക് ചെയ്തത്, പക്ഷെ എന്താണെന്നറിയില്ല, എല്ലാവർക്കും പല പല സീറ്റ് കിട്ടി. പക്ഷെ എൻ്റെ കൂടെ ചേട്ടായുണ്ട്, ദാറ്റ്സ് മൈ ഫിയാൻസി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ഷെഫീൽഡിൽ നിന്ന് കയറി മാഞ്ചസ്റ്റർ പോകും. അവിടെ നിന്നാണ് അടുത്ത സെയിം ട്രെയിനാണ്, പക്ഷെ വേറെ സീറ്റാണ്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് മാറും. ആടുകൾ ഞങ്ങൾ 8:08-നായിരുന്നു ഷെഫീൽഡിൽ നിന്ന് ട്രെയിന്. ഞങ്ങൾ 8:08-ന് അവിടെ നിന്ന് കയറി. ഇപ്പോൾ മാഞ്ചസ്റ്ററിൽ 9:15 ആകുമ്പോൾ എത്തും. അത് കഴിഞ്ഞ് അവിടുന്ന് ഈ ട്രെയിൻ തന്നെയാണെന്ന് തോന്നുന്നു, അതൊന്ന് ചെക്ക് ചെയ്യണം. അടുത്ത സീറ്റിലോട്ട് പോകണം. ഇതാണ് എൻ്റെ ഫ്രണ്ട്സ്, ഇവരായിട്ടാണ് ഞാൻ പോകുന്നത്. ഇത് വിഷ്ണു, ഇത് ധനു, ഇത് ചേട്ടായി, എൻ്റെ ഫിയാൻസിയാണ് സോജൻ, ഇത് സിദ്ധു. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇവിടെ സ്കോട്ട്ലാൻഡ്, ഇവിടെ ഗ്ലാസ്ഗോയിൽ എത്തിയേക്കുവാണ്. എവിടെയാണ് ഗ്ലാസ്ഗോ? നമ്മൾ ഗായ്സ് ഇവിടെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി ഇവിടുന്ന് നമ്മൾ നേരെ നമ്മുടെ ഹോട്ടലിലേക്കാണ് പോകുന്നത്. അവിടെ നിന്നിട്ട് തീരുമാനിക്കാമെന്ന് വെച്ചാൽ ഏതൊക്കെ സ്ഥലത്തിൽ നിന്ന് കാണണമെന്നുള്ളത്. സോ അങ്ങനെ നമ്മൾ സ്കോട്ട്ലൻഡിൽ ഗ്ലാസ്ഗോയിൽ എത്തിയേക്കുവാണ് ഗായ്സ്. ഇതാണ് നമ്മളെ അക്കോമഡേഷൻ. അപ്പോൾ നമ്മൾ ഗൈസ് ഇതാ അക്കോമഡേഷനിൽ എത്തിയേക്കുവാണ്. നമ്മളൊരു 6 ബെഡ് ഡോർമെട്രി റൂമായിരുന്നു ഓൾറെഡി ബുക്ക് ചെയ്തത്. കാരണം നമ്മൾ ഒരുമിച്ച് ഫുഡ് കഴിക്കാം, ഒരുമിച്ച് കിടക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് അങ്ങനെ ബുക്ക് ചെയ്തത്. പിന്നെ അവർ തന്നെ നമുക്ക് തലാണ, ബെഡ്ഷീറ്റ്, പിന്നെ തല തോർത്താൻ ടവൽ എല്ലാം അവർ തന്നെ തന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു അക്കോമഡേഷൻ ആയിരുന്നു. ഞാനിത് വോയിസ് ഓവർ ചെയ്യുന്നത് എൻ്റെ ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ ഭയങ്കര അലമ്പായിരുന്നു. അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ വോയിസ് ഓവർ ചെയ്യേണ്ടി വന്നത്. ഇപ്പോൾ ഞങ്ങളിതാ ഇവിടെ ഒരു ചെന്നൈ എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ, ഇന്ത്യൻ ഷോപ്പിൽ എഡിൻബർഗ് വന്നിട്ടുണ്ട് ജസ്റ്റ് ഫുഡൊക്കെ കഴിക്കാൻ. സോ എങ്ങനെയാണെന്ന് നോക്കട്ടെ. നൈസാണെന്നൊന്നും ഇവിടെ ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് പറഞ്ഞെന്ന കടയാണിത്. സോ ലെറ്റ്സ് ട്രൈ സം ഇന്ത്യൻ ഫുഡ്. ഹായ്, അപ്പോൾ നമ്മൾ ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ചെന്നൈ റെസ്റ്റോറൻറ്റിൽ വന്നേക്കുവാണ്. ഞാൻ നേരത്തെ ബോർഡ് കാണിച്ചില്ലായിരുന്നോ?
അവിടെ അപ്പോൾ ഞങ്ങൾ കുറച്ചധികം ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തേക്കുവാണ്. നല്ല സംഭവമൊക്കെ അറ്റ്മോസ്ഫിയറൊക്കെ പൊളി കേട്ടോ, നല്ല അത്യാവശ്യം നല്ല. ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ അകം. ഹായ്, ബ്യൂട്ടിഫുൾ. Bro, see, Danu also added, Abhirana added. Bro, should I send the photo? You can post. Hey, have biryani. Receptionist didn't. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി ഞങ്ങൾ 2-3 സ്ഥലമൊക്കെ കാണാൻ പോവുകയാണ്. അപ്പോൾ ആ സ്ഥലത്തൊക്കെ ചെന്നിട്ട് വീഡിയോസൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മളിപ്പോൾ ഗ്ലാസ്ഗോയിൽ ക്രിസ്മസ് മാർക്കറ്റും സെൻറ്റ് ജോസഫോ എവിടെയാണ് സിദ്ധു നമ്മൾ പോകുന്നത്? ക്രിസ്മസ് മാർക്കറ്റ് ആൻഡ് ജോർജ് സ്ക്വയർ. ഓക്കെ, അവിടെയാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. നമുക്ക് ഇവിടുന്ന് നടക്കാനുള്ള ദൂരമുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ നല്ല കാറ്റും തണുപ്പും ഉണ്ട് ഗൈസ്, ബട്ട് ഇറ്റ്സ് ഫൈൻ. നല്ല ഒരു റീഫ്രഷിങ് ടൈം മൊമെൻ്റ് ഒക്കെയാണിത്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് പറ. ഈ റൈഡിൽ ഞങ്ങൾ കയറാൻ പോവാണ്. You must never do a tango with an Eskimo. No, no, no. Oh. സോ ഞങ്ങൾ ഇതിൽ കയറി ഗൈസ്. അങ്ങനെ അവസാനം വല്ലാത്ത ഒരു ഫീൽ തന്നെയായിരുന്നു. ഒറ്റയിടലായിരുന്നു ഗൈസ്. ഇവിടെ കൊണ്ട് നമ്മളെ നിർത്തും. അപ്പോൾ ഇവിടെ ചെറുതായിട്ടൊന്ന് മഴ പെയ്തായിരുന്നു ഗൈസ്. ആൻഡ് ഇവിടെ എല്ലാം കണ്ടു കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളൊരു റൈഡിൽ കയറിയായിരുന്നു. അങ്ങനെ ഇറ്റ്സ് വെരി എക്സൈറ്റിങ് ആൻഡ് നല്ല ഒരു ഫ്രഷ്ലി ഫീലുണ്ട്. കാരണം മഴയും പെയ്തു, എന്തോ ഒരു പോസിറ്റീവ് എനർജി. നോക്കൂ ഗൈസ്, ഒരു മനോഹരമായ ലൈറ്റിംഗ് അല്ലേ.
ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ കറക്കം എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ ക്രിസ്മസ് മാർക്കറ്റ് കണ്ടു, ഒരു റൈഡിൽ കയറി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ടാണ് എനിക്കാണ് റൈഡിലൊക്കെ കയറാൻ ഭയങ്കര പേടിയാണ്. പക്ഷേ എല്ലാവരും കൂടെ നിർബന്ധിച്ച് ഞാൻ കയറി. സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ പേടിച്ച്, പക്ഷേ പേടിയായിരുന്നു. ഇനിയും ഞാൻ കയറത്തില്ല. പക്ഷേ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ നിർബന്ധിച്ചപ്പോൾ ഞാൻ കയറി. ആൻഡ് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്. നല്ലൊരു ഡേ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ ഇത്രേ ഉള്ളൂ. ഇനി നാളെ രാവിലെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങും. ഞങ്ങൾ ട്രെയിനിന് ഇവിടുന്ന് എഡിൻബർഗ് പോകും. അതെനിക്കൊന്ന് 1 hour ആണെന്ന് തോന്നുന്നു ട്രാവൽ. എനിക്ക് കറക്റ്റ് അറിയില്ല. അത് നാളത്തെ ബ്ലോഗിൽ ഞാൻ പറയാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. നല്ലൊരു ബ്യൂട്ടിഫുൾ, ഒരു റിഫ്രഷിങ് ഡേ ആയിരുന്നു. ഇനിയിപ്പോൾ നടക്കണം. ബൈ.